4x4 മാനുവലാണ് 6,95,000 കൊടുക്കാം. 6,95,000 കൊടുക്കാം. വെറും 6,95,000 രൂപയ്ക്ക് വിത്ത് NOC പഞ്ചാബി അലോയ് വീൽസ് ഒക്കെ ഇട്ട വണ്ടി അല്ലേ? പഞ്ചാബി സ്റ്റൈല് ഇന്നോവ. ഇത് എത്ര മോഡല്? ഇത് 2016 ആണ്. 16. അപ്പൊ ഇന്നോവ നിർത്തുന്ന സമയത്ത് നമ്മൾ NOC കൊടുക്കാം. NOC 790. 2014-15 രജിസ്ട്രേഷൻ. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പൊ ഈ മോഡൽ നമ്മളിപ്പോ 13,95,000 NOC കൊടുക്കാം. 13,95,000 രൂപയ്ക്ക് NOC ഫീച്ചർ ചെയ്തിട്ടുണ്ട്. ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ. എത്രയാണ് മൊത്തത്തിൽ ഈ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്നത്? 3,90 കൊടുക്കാം. 3,90. ഓക്കെ. ഇത് ഈ പറഞ്ഞ പോലെ ഡൽഹിയിൽ 4,5 ചോദിക്കുന്ന വണ്ടി ZD ഏറ്റവും 18 സിംഗിൾ ഓണർ 64,000 കിലോമീറ്റർ. വെറും 64,000 കിലോമീറ്റർ. കമ്പനി സർവീസ്. ഹലോ ഗൈസ്, മലയാളി മീഡിയയിലെ ഒരു വെറൈറ്റി എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നു നരിക്കുനിയിലുള്ള സിദ്ദിഖാന്റെ വീട്ടുമുറ്റത്ത് കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ കുറച്ച് ലോ ബഡ്ജറ്റ് വാഹനങ്ങളും അതുപോലെ തന്നെ SUV-കൾ, ഇന്നോവകൾ ഒക്കെ കാണിക്കുന്നുണ്ട്. വേറൊരു വലിയ ഓഫർ പറഞ്ഞിട്ടേ, സ്വിഫ്റ്റിന്റെ പൈസക്ക് ഒരു ഫോർച്യൂണർ തന്നാലോ? അത് ഓഫറല്ലേ? അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ടോളിയും. ഈ ഓഫർ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, നിങ്ങൾക്ക് നഷ്ടമായി കയറട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. സിദ്ദിഖ, മലയാളി മീഡിയയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? റാഹത്താണല്ലേ? ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. ചെറിയ കുറെ എക്സ്ചേഞ്ച് വന്ന വണ്ടികളാണ് ഇതെല്ലാം. ഓക്കെ. ലോ ബഡ്ജറ്റിൽ കൊടുത്തുകൂടാ നമുക്ക്? കേരള വണ്ടിയാണ്. കേരള വണ്ടികളൊക്കെ ഉണ്ടല്ലേ? ഓക്കെ. നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്താണ്. ലൊക്കേഷൻ ഇതിന്റെ ഫ്രണ്ടിന്റെ വീടാണ്, പാർട്ണറുടെ വീടാണ്. ഓക്കെ. ഇത് കോഴിക്കോട് നരിക്കുനി പുല്ലാളൂർ. ഓക്കെ. നരിക്കുനി പുല്ലാളൂർ. ഓക്കെ. നരിക്കുനി തന്നെ. ഓക്കെ. അപ്പൊ താഴെ നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കും. അപ്പൊ നമുക്ക് ടൈം കളയാതെ ഓരോ വാഹനങ്ങളായിട്ടാണ് പരിചയപ്പെടാം അല്ലേ? ഓക്കെ. ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് വൈറ്റ് കളറ് 4 പഞ്ചാബി അലോയ് വീൽസ് ഒക്കെ ഇട്ട വണ്ടി അല്ലേ? പഞ്ചാബി സ്റ്റൈല് ഇന്നോവ. ഇത് എത്ര മോഡല്? ഇത് 2016 ആണ്. 16. അപ്പൊ ഇന്നോവ നിർത്തുന്ന സമയത്തുള്ള വണ്ടി. അതെ. ഓക്കെ. കേരളത്തിലേക്ക് നമ്പർ ആയിട്ടുണ്ടോ? നമ്പർ ആയിട്ടില്ല. അലോയ് വീൽ ഉണ്ട്, പുതിയ ടയർ, പുതിയ ഇൻഷൂർ, സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ, ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി. എന്തെങ്കിലും മേജർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഇല്ല. മേജർ ആയിട്ടൊന്നുമില്ല. ബോണറ്റും ഗ്ലാസും മാറിയിട്ടുണ്ട് അല്ലേ? വേറെ വിഷയങ്ങളൊന്നുമില്ല. ഓക്കെ. ഇപ്പൊ ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒന്നും പറയുന്നില്ല, പക്ക ഷോറൂം കണ്ടീഷൻ ഇന്റീരിയർ. ഇപ്പൊ എക്സ്റ്റീരിയർ ആണെങ്കിലും നമ്മൾ ബാക്ക് സൈഡിലോട്ടൊക്കെ വന്നാൽ നല്ല ഹൈ ക്വാളിറ്റി വാഹനമാണ്. G4 ആണ് വാഹനം വരുന്നത്. ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ എക്സ്ട്രാ സീറ്റർ, നല്ല കോസ്റ്റ്ലി സീറ്റർ ചെയ്തിട്ടുണ്ട്, ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്, സ്റ്റിയറിംഗും എയർ ബാഗ്, അതുപോലെ തന്നെ റൂഫ് AC കാര്യങ്ങളൊക്കെ പക്ക കൂളിംഗ് അല്ലേ? 7 സീറ്റർ ആണ് വാഹനം വരുന്നത്. ഒരു അപാകതയും പറയാനില്ല. ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ ആൾക്കാർ കൊണ്ടുപോകില്ലേ വാഹനം? ഓക്കെ. അപ്പൊ ഈ ഒരു മോഡലിന് എത്രയാണ് നമ്മൾ ഇപ്പൊ ആസ്ക് ചെയ്യണം? നമ്മള് ഇത് 8,35 നമുക്ക് കൊടുക്കാം. 8,35 2016 മോഡൽ വണ്ടി G4 അല്ലേ? ഇന്റർകൂളർ. ഓക്കെ. ഇപ്പൊ നമ്പർ ആക്കാൻ ഏകദേശം എത്ര എമൗണ്ട് കാണേണ്ടി വരും? നമ്പർ ആവാൻ ഒരു 95-90 അതിൽ ഏകദേശം വരും. ആ ലെവല് വരും. 90,000 രൂപ ആ ലെവല് വരും. അപ്പോഴും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല റേറ്റ് തന്നെയാണ്. മാത്രമല്ല നമ്പർ ആയി കഴിഞ്ഞാൽ ലോൺ ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് വീണ്ടും വിനോദനെ പരിചയപ്പെടാം. അത് UP രജിസ്ട്രേഷൻ ആണ്. ഇത് എത്ര മോഡൽ? 2014-15 രജിസ്ട്രേഷൻ. 14 മോഡൽ 15 രജിസ്ട്രേഷൻ. ഓക്കെ. വണ്ടി എങ്ങനെയുണ്ട്? ഓവറോൾ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ? ഓക്കെ. ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ? ഓണർഷിപ്പ് സെക്കൻഡ് ആണെന്ന് തോന്നുന്നു. സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? ഓക്കെ. വണ്ടി മെക്കാനിക്കൽ പരമായിട്ട് ബോഡി കാര്യങ്ങളൊക്കെ വിഷയങ്ങളൊന്നുമില്ല. ഒരു വിഷയം മേജർ റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നുമില്ല അല്ലേ? ടയർ എത്ര ശതമാനം ഉണ്ട്? ടയർ ഏകദേശം ഒരു 70-80% ടയർ ഉണ്ട്. 70-80% ഫ്രണ്ട് ഗ്ലാസ് വരെ ഒറിജിനൽ ആട്ടോ. ഫ്രണ്ട് ഗ്ലാസ് വരെ ഒറിജിനൽ ആണ്. ചേഞ്ച് ചെയ്തിട്ടില്ല? ഇല്ല, ചേഞ്ച് ചെയ്തില്ല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല ബോഡി ഷേപ്പ് ഉള്ള ഒരു വാഹനമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, സ്റ്റിയറിംഗ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ടച്ച് സ്ക്രീന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 7 സീറ്റർ ആണ് വാഹനം വരുന്നത്. റൂഫ് AC തുടങ്ങിയ മെക്കാനിക്ക് എല്ലാം ഫിറ്റ് അല്ലേ? ഒരു അപാകത ഒന്നും പറയാനില്ലല്ലോ വണ്ടിക്ക്? ഗ്യാരണ്ടിയിൽ കൊടുക്കാം. എത്രയാണ് അപ്പൊ ഈ മോഡലിന് ആസ്ക് ചെയ്യണം? 7,90 നമ്മൾ NOC കൊടുക്കാം. NOC 7,90. 2014-15 രജിസ്ട്രേഷൻ. ഓക്കെ. അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ നമ്പർ ആവാൻ ഏകദേശം എത്ര? നമ്പർ ആക്കാൻ നമുക്കൊരു 70-75,000 രൂപ വരുള്ളൂ. ഓക്കെ. നമ്പർ ആക്കിയാൽ നമുക്കൊരു 8-8 ഉള്ളിൽ വണ്ടി സ്വന്തമാക്കാല്ലേ? അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഗ്രേ കളർ ഇന്നോവ പരിചയപ്പെടാം. അത് എത്ര മോഡൽ? ഇത് 2015 10 മാസം. ഓക്കെ. അതുപോലെ തന്നെ 4 ഡയമണ്ട് കട്ട് അലോയ് വീൽസ് വരുന്നുണ്ട്. V ഓപ്ഷൻ ആയതുകൊണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ. മേജർ ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ വണ്ടിക്ക്?
ഒന്നുമില്ല അല്ലേ? ഡിക്കി ഗ്ലാസ് മാറിയിരിക്കുന്നത് വേറെ ഒന്നുമില്ല അല്ലേ? ഓക്കെ. ബോഡി ഭാഗങ്ങൾക്ക് അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ബോഡി ഷേപ്പുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ വി ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സും വരുന്നുണ്ട് കേട്ടോ. ഓക്കെ. ടയർ എത്ര ശതമാനം ഉണ്ട്? ടയർ 80% ഉണ്ട്. ഇന്റർകൂളർ എഞ്ചിൻ വരുന്ന സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. അതെ. ഓക്കെ. നമ്മള് ഇന്റീരിയർ ഭാഗത്തേക്ക് ഓൾറെഡി എൻഒസ് ആയിട്ടുണ്ട്. ഓക്കെ. ഇനിയിപ്പോ എൻഒസ് എടുക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ട്, എയർ ബാഗ്, റൂഫ് AC. വാഹനം 7 സീറ്റർ ആണ് വരുന്നത്. എത്ര മുതലിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? 9.50 ലക്ഷം രൂപ. ഏകദേശം NOC നമ്പർ ആയി കഴിഞ്ഞാൽ മാക്സിമം ലോൺ കിട്ടൂലേ? അതെ, കിട്ടും. മാക്സിമം ലോൺ ലഭിക്കുന്ന ഒരു വണ്ടി കൂടിയാണ് കേട്ടോ. 12 ലക്ഷം ഐ ഡി ഉള്ള വണ്ടിയാണ്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ഇവരുടെയൊക്കെ ഒരു തലവനെ പരിചയപ്പെടാം. ക്രിസ്റ്റ. ഇത് എത്രയാണ് മോഡല്? ഇത് 2016 G ഓട്ടോമാറ്റിക് 1.43 ഓടിയ വണ്ടി. 1,43,000 ഓടിയ വണ്ടി. ഹിസ്റ്ററി അവൈലബിൾ ആണോ? എന്തെങ്കിലും ആക്സിഡന്റോ ഒന്നുമില്ല അല്ലേ? ഓക്കെ. ടയർ എത്ര ശതമാനം ഇപ്പൊ നിലവിലുണ്ട്? ഫ്രണ്ട് 2 ടയർ പുതിയതാണ്, ബാക്കിലത്തെ ഒരു 70% വരുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇപ്പൊ ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, പൈനിയറിന്റെ സെറ്റ് ചെയ്തിട്ടുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്, AC കാര്യങ്ങളൊക്കെ പക്കാ കൂളിംഗ് അല്ലേ? പക്കാ കൂളിംഗ് ആണ്. 2016 നവംബർ ഫ്രണ്ട് ഗ്ലാസ് വരെ ഒറിജിനൽ കേട്ടോ. ഒറിജിനൽ ആണ് അല്ലേ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ അല്ലേ? ഓക്കെ. ഇന്റീരിയർ ഒക്കെ നല്ല ഹൈ ക്വാളിറ്റി ഇന്റീരിയർ ആണ്. എത്രയാണ് ഇപ്പൊ ഈ മുതൽ നമ്മളിപ്പോ? 13.95 NOC കൊടുക്കാം. 13,95,000 രൂപയ്ക്ക് NOC കൊടുക്കാം. ഓക്കെ. മാക്സിമം നമുക്ക് നമ്പർ ആക്കാൻ ഏകദേശം ഒരു 2 അങ്ങോട്ടൊന്നും പോവില്ല. ഒരു 1.50 1.55 അതിലാവുള്ളൂ അല്ലേ? ഓക്കെ. എന്നാലും വലിയൊരു എമൗണ്ട് ആവുന്നില്ല ഈ വണ്ടി വെക്കുന്ന ആൾക്ക്. അപ്പോൾ നമ്പർ ആയി കഴിഞ്ഞാൽ മാക്സിമം ലോൺ ലഭിക്കും കേട്ടോ. അപ്പൊ അടുത്തതായിട്ട് ഒരുപാട് പേര് അന്വേഷിക്കുന്ന ഒരു വാഹനമാണ്, ഇപ്പൊ കിട്ടാനില്ലാത്തൊരു വണ്ടിയാണ് ഡീസൽ ബ്രസ. അതും ലോ കിലോമീറ്റർ. ZD ഏറ്റവും 2018 സിംഗിൾ ഓണർ 64,000 കിലോമീറ്റർ. വെറും 64,000 കിലോമീറ്റർ. കമ്പനി സർവീസ്, പക്ക കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒറിജിനൽ ഗ്ലാസ്, ഡോറ്, ബോണ്ട്, ഡിക്കി എല്ലാം ഒറിജിനൽ ഹൈ ക്വാളിറ്റി വണ്ടി. ഓക്കെ. ZD ആയതുകൊണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് DRL വരുന്നുണ്ട്, ഫോഗ് ലാമ്പ്, 4 അലോയ് വീൽസും കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ് അല്ലേ? അതെ, ഫുൾ ഓപ്ഷൻ നേരെ താഴെ ZD പ്ലസ് എന്നുള്ളൊരു വേരിയന്റ് കൂടി ഉണ്ട്. പുറകുവശത്തേക്ക് വരികയാണെങ്കിൽ ഡീഫോഗർ, റിയർ വൈപ്പർ, സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ക്ലൈമറ്റ് കൺട്രോൾ AC, കമ്പനി മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ്സ് കാര്യങ്ങളൊക്കെ വരുന്ന സീറ്റ് കവർ അടക്കം ചെയ്ത വണ്ടിയില്ലേ? ഓക്കെ. എത്രയാണ് ഈ ഒരു ഹൈ ക്വാളിറ്റി വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യണത്? ഇത് നമുക്ക് 8.45 കൊടുക്കാം. 8,45,000 രൂപ. എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുത്തു. കാര്യമായിട്ട് കുറയാനുണ്ടാവില്ല ഇതില്. കാര്യമായിട്ട് കുറയാനുണ്ടാവില്ല. മാക്സിമം കുറച്ചിട്ടാ പറഞ്ഞത്. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് വരുന്ന വണ്ടികളാണ്. എക്സ്ചേഞ്ച് വരുന്നതാണല്ലേ? അപ്പൊ നിങ്ങൾ എക്സ്ചേഞ്ച് എല്ലാം നോക്കി ചെക്ക് ചെയ്തിട്ടാണ് എടുക്കുക? ചെക്ക് ചെയ്തിട്ടാണല്ലേ? കണ്ടാൽ തന്നെ അറിയാലോ. ഇതിന് ഏകദേശം എത്ര ലോൺ ലഭിക്കും? ഇതിന് ഏകദേശം ID മാറ്റിയെടുക്കാൻ ഫുൾ ലോൺ കിട്ടാൻ സാധ്യതയുണ്ട്. ഫുൾ ലോൺ കിട്ടാൻ സാധ്യതയുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് ഇങ്ങനത്തെ ഒരു അവസരം ഇനി കിട്ടൂല. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഒരുപാട് പേര് അന്വേഷിക്കുന്നതാണ് സ്വിഫ്റ്റ് ഉണ്ടോന്ന്. അത് ലോ കിലോമീറ്റർ. കിലോമീറ്റർ എത്രയാണ്? 28,000 കിലോമീറ്റർ. വെറും 28,000 സർവീസ് ഉള്ള വണ്ടി. ഓക്കെ. 2018-19 രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർ. അതെ. ഓക്കെ. 28,000 പ്രോപ്പർ ജെനുവിൻ അല്ലേ? സെക്കൻഡ് ഓണർ ആണ്. കിലോമീറ്റർ കറക്റ്റ് ആണ് അല്ലേ? വണ്ടിക്ക് നിലവിൽ റീപ്ലേസും കാര്യം ഒന്നുമില്ല. ഒറിജിനൽ ഗ്ലാസ്, ഡോറ്, ബോണ്ട്, ഡിക്കി. ഓക്കെ. ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. 2 ടയർ പുതിയതാണ്. പുത്തണ്ട 2 ടയറും ചെയ്തിട്ടുണ്ടല്ലേ? പിന്നെ അതുപോലെ തന്നെ VXI ഓപ്ഷൻ വരുന്ന വാഹനമാണ്. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നുണ്ട്, ചെറിയ രീതിയിലൊരു ആംബിയൻ ലൈറ്റ് ചെയ്തിട്ടുണ്ട്, 4 ഡോർ പവർ വിൻഡോ, കമ്പനി മ്യൂസിക് സിസ്റ്റം, എയർ ബാഗ് ഒക്കെ വരുന്ന വണ്ടിക്ക്. ഫുൾ നീറ്റ്. എത്രയാണ് ഈ ലോ കിലോമീറ്റർ ഓടിയ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്നത്? ഇത് 5,60,000 രൂപ. ഏകദേശം നമുക്ക് എത്ര ലോൺ കിട്ടിയോ? ഏകദേശം ഫുൾ ലോൺ കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിന് ഫുൾ ലോൺ കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ. നല്ല സിബിൽ സ്കോർ, നല്ല ട്രാക്ക് ആണെങ്കിൽ മാക്സിമം ലോൺ കിട്ടുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് ലോ ബഡ്ജറ്റിൽ ഒരു ആൾട്ടോന്റെ പ്രൈസിന് പോളോ അല്ലേ? ഒരു ആൾട്ടോന് കൊടുത്തിട്ട് നമുക്ക് 30-40 എന്നുള്ള ഫാൻസി നമ്പറും. എത്രയാണ് മോഡൽ ഇത്? 2012 TDI ഡീസൽ. ഏകദേശം എത്ര മൈലേജ് ഒക്കെ കിട്ടും ഡീസൽ ആകുമ്പോ? മൈലേജ് ഏകദേശം 18-16 ആ റേഞ്ച് പ്രതീക്ഷ മതി. അതുപോലെ തന്നെ വണ്ടി ഓവറോൾ കണ്ടീഷൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല ചെക്ക് ചെയ്തെടുക്കാൻ പ്രശ്നമില്ല. ഓക്കെ. എത്ര കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്? നിലവില് 95,000 കിലോമീറ്റർ. 95,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ?
ഓക്കെ, വണ്ടി കണ്ടീഷൻ പക്കയാണെന്ന് നമുക്ക് പറയാം, നോക്കിയിട്ട് എടുക്കാം. നോക്കിയെടുത്താ എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് എടുക്കാവുന്നതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്. ഇപ്പം നിങ്ങൾ വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വാഹനത്തിന് എത്ര നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വില? 2.45 കൊടുക്കാം. 2.45. ലാസ്റ്റ് ആണോ എന്തെങ്കിലും കുറയോ? അത് ചെറിയൊരു മാറ്റം വേണമെങ്കിൽ നോക്കാം. എന്തെങ്കിലും ചെറിയൊരു മാറ്റം വരുത്തി കൊടുക്കാം അല്ലേ? പിന്നെ അതുപോലെ തന്നെ ലോണ് കിട്ടൂലല്ലോ ഇനി? ലോണ് കിട്ടാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. കിട്ടാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ നമുക്ക് വെച്ച് നോക്കാം, കിട്ടുമോ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു സ്വിഫ്റ്റ് വാങ്ങണ വിലക്ക് ഒരു ഫോർച്യൂണർ അല്ലേ? ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽ അതിന് വരുന്നത് 2010 മോഡല്. 10 മോഡല്. ഓണർഷിപ്പോ? ഓണർഷിപ്പ് ഫോർത്ത് ഓണർ ആയിട്ടുണ്ട്. അതെ. നമ്പർ ആയിട്ടുണ്ടോ? നമ്പർ ആയിട്ടില്ല, NOC എടുത്തത്. എത്ര കിലോമീറ്റർ ആണ് വണ്ടി നിലവിൽ? കിലോമീറ്റർ 1,48. 1,48,000 കിലോമീറ്റർ. അത് ജെനുവിൻ ആണോ അതോ? കറക്റ്റ് ഞാൻ നോക്കിയിട്ടില്ല അല്ലേ? ഓക്കെ, ടയർ ഏകദേശം എത്ര ശതമാനം വരുന്നുണ്ട് മൊത്തം? ടയർ ഒരു 50% ടയർ ഉണ്ട്. 50% വരുന്നുണ്ടല്ലേ? 4 വീല് മാനുവൽ അല്ലേ? 4x4 മാനുവൽ ആണ്. 6,95 നമുക്ക് കൊടുക്കാം. 6,95,000 കൊടുക്കാം. വെറും 6,95,000 രൂപയ്ക്ക് വിത്ത് NOC നമുക്ക് കൊടുക്കാൻ സാധിക്കും. നമ്പർ ആക്കാൻ ഒരു 80 65 റുപ്യ 70 റുപ്യ നമ്പർ ആക്കിയിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതിനേക്കും ചാർജ് വന്നാൽ മതി. ഓക്കെ. ബാക്കത്തെ ടൈൽ ലൈറ്റ് ഒക്കെ ലെക്സസിന്റെ ചെയ്തിട്ടുണ്ടല്ലേ? അതുപോലെ തന്നെ കൂളിംഗ് കാര്യങ്ങളൊക്കെ ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം മോശമില്ലാത്തൊരു ഇന്റീരിയർ തന്നെയാണ് വരുന്നത്. അപ്പൊ ഈ പറഞ്ഞ പ്രൈസിന് എന്തെങ്കിലും കുറച്ച് കൊടുക്കാൻ സാധ്യത? ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്ന വണ്ടിയാണ്. ഡ്രൈവ് ചെയ്ത് കൊടുക്കുന്നതാണല്ലേ? ഡൽഹിയിൽ ഇതിലും റേറ്റ് കൊടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും ഡൽഹി കൊടുക്കണ ഈ വില ഡൽഹിയിൽ ഇതിലും കൊടുക്കേണ്ടി വരും. ഡൽഹി കൊടുക്കുന്ന വിലക്ക് നമുക്ക് ഇവിടെ നാട്ടിൽ കൊടുക്കാം. അപ്പൊ അടുത്തായിട്ട് നമുക്കൊരു പുതിയ വണ്ടിയാണിത്. ഇത് പുതിയ വണ്ടിയല്ല, ഇത് പാർട്ടി കൊണ്ടുനടന്നതിന്റെ പവറാണ്. 2015-16 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 15 മുതൽ 16 ടെറാനോ 85, 89,000 കിലോമീറ്റർ സിംഗിൾ. ഒരു റീപ്ലേസ് ഇല്ല കേട്ടോ. റീപ്ലേസ് ഒന്നും ഇല്ല. ഒറിജിനൽ ഗ്ലാസ്, ഡോർ, ബോണ്ട്, ഡിക്കി എല്ലാം ഒറിജിനൽ. 2 പുതിയ ടയർ ഉണ്ട്. ഓപ്ഷൻ ഫുൾ ആണോ? ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ആണ്. അതെ, 85 ആണ്. നല്ല മൈലേജ് ഉള്ള വണ്ടിയാ. എത്ര മൈലേജ്? 18-19 മൈലേജ് ഉള്ള വണ്ടിയാണ്. CV സെഗ്മെന്റിൽ അത്യാവശ്യം നല്ല മൈലേജ് ലഭിക്കുന്ന വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ വൃത്തി കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു അപാകത ഒന്നും പറയാനില്ല. എക്സ്റ്റീരിയർ ആണെങ്കിലും നല്ല ബോഡി ഷേപ്പുള്ള ഒരു വണ്ടിയാണ്. നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, എത്രയാണ് മൊത്തത്തിൽ ഈ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്നത്? 390 കൊടുക്കാം. 390. ഓക്കെ, ഇത് ഈ പറഞ്ഞ പോലെ ഡൽഹിയില് 4.5 ചോദിക്കുന്ന വണ്ടിയാണിത്. അതെ 390 നമുക്ക് കൊടുക്കാം. ഒരാൾട്ട് സ്വന്തമാക്കുന്ന പ്രൈസിന് ചെറിയൊരു വിലക്ക് നമുക്ക് നിസാൻ ടെറാനോ ഫീൽ ഉണ്ടല്ലോ. മോശമില്ലാത്ത റേറ്റ് ആണ് കേട്ടോ. നമ്പർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ലോൺ കിട്ടൂല ഈ വാഹനത്തിന്? നമ്പർ ആയിട്ട് കിട്ടി നമുക്ക് ഇപ്പം ലോൺ കൊടുക്കൂല കേട്ടോ. തീർച്ചയായും നമ്പർ ആയിക്കഴിഞ്ഞാൽ 90% പൈസ തന്നിട്ട് നമ്മള് ക്യാഷ് തന്നാലും വണ്ടി കൊടുക്കും. തീർച്ചയായിട്ടും ഇതിന്റെ കൂടെ ടാക്സ് അടയ്ക്കുന്നതിന്റെ കൂടെ ലോൺ ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതങ്ങനെ ചെയ്ത് കൊടുക്കും. നമ്മള് സിദ്ദിഖാന്റെ വണ്ടിക്ക് അടിപൊളിയല്ലേ? ഡൽഹി പോയി എടുക്കുന്നതിനേക്കാൾ നമ്മള് സിദ്ദിഖാന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് ഉറപ്പുവരുത്തിയിട്ട് ധൈര്യത്തോട് കൂടി എടുക്കാം. ഒരു 5-10 കൂടി കയ്യിൽ നിൽക്കാതെ വർക്ക്ഷോപ്പിലൊന്നും കൊണ്ടടക്കാതെ ഒരു ധൈര്യത്തോട് കൂടി ഹാപ്പി ആയിട്ട് നമുക്ക് വണ്ടി എടുക്കാം അല്ലേ? ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഗ്യാരണ്ടി കൊടുത്തൂടെ? ഗ്യാരണ്ടി കൊടുക്കാം. അവർക്ക് വേണമെങ്കിൽ കമ്പനി കൊണ്ട് ചെക്ക് ചെയ്യാം, മെക്കാനിക്കിന് കൊണ്ട് കൊണ്ടുവരും, എന്ത് വേണം ചെയ്യാം. എന്ത് ഫെസിലിറ്റി വേണമെങ്കിലും കൊടുക്കും. ഈ കണ്ട ഈ വാഹനം മുഴുവനും ഡൽഹിയിലെ റൈറ്റിലേക്ക് കുറച്ച് നമുക്ക് ഇവിടെ കൊടുക്കാൻ കഴിയും. അത് സിംഗിളായി യൂസ് ചെയ്യാൻ വീട്ടിലേക്ക് ആവശ്യമുള്ള വണ്ടികൾ അവർക്ക് വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് എടുക്കുന്നതായിരിക്കും നല്ലത്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മൾ ലോണിന്റെ കാര്യം നമ്മളിപ്പോ എന്താ ചെയ്യാ? ലോണിൻ്റെത് ഈ നിലവിൽ ഇപ്പൊ ലോൺ കിട്ടില്ല. ഈ കേരള വണ്ടിക്ക് ലോൺ കിട്ടും, അല്ലാതെ വണ്ടികൾ ലോൺ ഇപ്പം കിട്ടില്ല. നമ്പർ ആയിട്ട് നമ്മുടെ അടുത്ത് ഒരു 80% ക്യാഷ് തന്നിട്ട് വണ്ടി കൊണ്ടുപോയിട്ട് NOC എടുത്തതിന് ശേഷം ടാക്സ് അടയ്ക്കുന്നതിന്റെ കൂടെ ലോൺ നമുക്ക് അപേക്ഷിക്കാം, അപ്ലൈ ചെയ്യാം. അപ്പൊ ലോൺ കിട്ടുന്നതാണ്. അത് ഏകദേശം ഒരു മാസത്തെ ഒരു ഇടവേള ഉണ്ടാവും. ഇടവേളക്ക് പൈസ അറേഞ്ച് ചെയ്യാം. നമ്മളെ കസ്റ്റമേഴ്സ് വന്നാല് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മാക്സിമം നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യണം. അപ്പൊ ഗൈസ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പൊ അടുത്തൊരു കിടുക്കാച്ച എപ്പിസോഡുമായിട്ട് കാണുന്നത് വരേക്കും ഗുഡ് ബൈ.